ജീവിത വിജയം ആഗ്രഹിക്കാത്ത ആരുമില്ല. ജീവിത വിജയത്തിന് വേണ്ടി ചിലർ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നു, യൂട്യൂബിൽ നിന്ന് ധാരാളം വീഡിയോകൾ കാണുന്നു. ഇതോടൊപ്പം മോട്ടിവേഷണൽ ട്രെയിനർമാരെ അന്വേഷിച്ചു പോയി അവരുടെ ട്രെയിനിങ്ങുകൾ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു പുസ്തകമാണ് ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകം. ജോസഫ് മർഫി എന്ന എഴുത്തുകാരൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമാണത്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ജീവിത വിജയത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ നിർദ്ദേശങ്ങൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് രണ്ട് ഭാവങ്ങളുടെ കൂടിച്ചേരലാണ്. അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊന്നിനെ ബോധമനസ്സെന്നും മറ്റൊന്നിനെ ഉപബോധ മനസ്സെന്നുമാണ് വിളിക്കുന്നത്. ബോധമനസ്സെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നൊരു മനസ്സാണെങ്കിൽ, ഉപബോധ മനസ്സിന് പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധമില്ല. ബോധമനസ് ഉണർന്നിരിക്കുമ്പോഴാണ് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ, നാം ഉണർന്നിരിക്കുമ്പോൾ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, ഉപബോധ മനസ്സ് ഉറങ്ങുന്ന സമയത്താണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറയുന്ന കഥയിൽ അലാവുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലൊരു അത്ഭുത വിളക്ക് നേടുകയും പിന്നീട് ആ അത്ഭുത വിളക്കിനോട് തൻ്റെ ആഗ്രഹങ്ങൾ പറയുകയും ഈ അത്ഭുത വിളക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്തതായിട്ട് പറയുന്നു. ഈ അത്ഭുത വിളക്കിൽ ഒരു ഭൂതമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഭൂതത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഭൂതം അലാവുദ്ദീനോട് പറയുന്നു, യജമാനനെ കൽപ്പിച്ചാലും അങ്ങയുടെ നിർദ്ദേശങ്ങൾ എനിക്ക് കൽപ്പനയാണെന്ന് പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം. ബോധമനസ്സിലൂടെ നാം എന്തു സന്ദേശമാണോ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നത്, ഈ സന്ദേശങ്ങൾ നമുക്ക് വേണ്ടി നിവർത്തിയിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സാക്ഷാത്കരിച്ചു തരുന്ന ഒരു അത്ഭുത വിളക്ക് തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ ജോസഫ് മർഫി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു കാന്തം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഒരു പച്ചിരുമ്പിലേക്ക് കാന്തിക പ്രഭാവം നാം കടത്തിവിടുകയാണെങ്കിൽ ആ പച്ചിരുമ്പിന് അതിനേക്കാൾ 12 മടങ്ങ് ഭാരമുള്ള ഇരുമ്പ് കഷ്ണത്തെ പോലും ആകർഷിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നു. കാരണം അതിന് കാന്തിക പ്രഭാവം കൈവന്നിരിക്കുന്നു. എന്നാൽ ആ പച്ചിരുമ്പിൽ നിന്നും കാന്തിക പ്രഭാവം പിൻവലിച്ചാൽ ഒരു ഇരുമ്പിന്റെ തരിയെ പോലും ആകർഷിക്കുവാൻ അതിന് കഴിയില്ല. ഇതുപോലെ 2 തരം മനുഷ്യരുണ്ട്. ഒന്നാമത്തെ കൂട്ടർ കാന്തിക ശക്തിയുള്ളവരാണ്. രണ്ടാമത്തെ കൂട്ടർ കാന്തിക ശക്തി ഇല്ലാത്തവർ. കാന്തിക ശക്തിയുള്ളവർ തനിക്ക് വേണ്ട എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ളവരാണ്. എന്നാൽ കാന്തിക ശക്തി ഇല്ലാത്തവരോ ജീവിതത്തിൽ ഇല്ലായ്മകളും ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിച്ചു മുന്നോട്ട് പോകുന്നു. ജോസഫ് മർഫി പറയുന്നു, ജീവിതത്തിലെ അതീവ രഹസ്യമായ ഈ ഉപബോധ മനസ്സിന്റെ ശക്തിയെ പറ്റി ലോകത്ത് 5% വരുന്ന ആളുകൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ 5% വരുന്ന ആളുകൾ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ നേട്ടങ്ങളും കൈവരിക്കുന്നു. 95% ആളുകളും ബോധമനസ്സിന്റെ തലത്തിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്. ഉപബോധ മനസ്സിന്റെ
ജീവിതത്തിലുള്ള പ്രവർത്തനത്തെ പറ്റി മനസ്സിലാക്കുകയും ഉപബോധ മനസ്സിൻ്റെ ശക്തി തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സമ്പത്തും പ്രശസ്തിയും നല്ല ബന്ധങ്ങളും നേടിയെടുക്കുന്നത് ഈസിയാണ്. ബോധമനസ്സിൽ നിന്നും നാം അയക്കുന്ന സന്ദേശങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് സന്ദേശങ്ങളാണ് നിരന്തരമായി ഉപബോധ മനസ്സിലേക്ക് നാം കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ നമ്മുടെ ജീവിതം ഉത്തരോത്തരം മെച്ചപ്പെട്ടു വരുന്നതാണ്. അതേസമയം തന്നെ ബോധ മനസ്സിൽ നിന്നും നാം ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നത് നെഗറ്റീവ് സന്ദേശങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതം പ്രശ്നങ്ങളിലേക്കും സങ്കീർണതകളിലേക്കും വഴിമാറുന്നതായി കാണാൻ സാധിക്കും. രോഗത്തെപ്പറ്റി സ്ഥിരമായി ചിന്തിക്കുകയും അതിനെപ്പറ്റി സ്ഥിരമായി പറയുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് രോഗം ആകർഷിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തെപ്പറ്റി സ്ഥിരമായി ചിന്തിക്കുകയും ദാരിദ്ര്യത്തെപ്പറ്റി സ്ഥിരമായി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം ആകർഷിക്കപ്പെടുന്നു. സമ്പത്തിനെ പറ്റി സ്ഥിരമായി ചിന്തിക്കുകയും സമ്പത്തിനെ പറ്റി സ്ഥിരമായി സംസാരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കപ്പെടുന്നു. നമ്മുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമാണ് ഇന്നത്തെ നമ്മുടെ ജീവിതമെന്ന് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനുഷ്യരെ സംബന്ധിച്ച് വിശ്വപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ വില്യം ജെയിംസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: മനുഷ്യന്റെ ജീവിതം അവന് വളരെ പെട്ടെന്ന് മാറ്റുവാനായിട്ട് സാധിക്കും. സ്വന്തം ഉപബോധ മനസ്സിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും ഉപബോധ മനസ്സിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നങ്ങളിലൂടെ നേടിയെടുക്കുന്ന നേട്ടങ്ങളെക്കാൾ വളരെ മധുരമായി നമുക്ക് ജീവിതം ആസ്വദിക്കാൻ ഉപബോധ മനസ്സിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുള്ള അധ്വാനം കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ഉപബോധ മനസ്സിനെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാവുന്നതാണ്. വിവിധയിനം പൂക്കൾ കൃഷി ചെയ്ത് വളർത്തപ്പെട്ട ഒരു പൂന്തോട്ടം. ഈ പൂന്തോട്ടത്തിലേക്ക് ഏതുതരം വിത്തുകൾ വിതയ്ക്കണം, ഏതുതരം പൂച്ചെടികളാണ് അവിടെ വളരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് തോട്ടക്കാരനാണ്. തോട്ടക്കാരന്റെ സ്ഥാനമാണ് ഇവിടെ ബോധമനസ്സിനുള്ളത്. ബോധമനസ്സിൽ നിന്നും നാം തിരഞ്ഞെടുക്കുന്ന ചിന്തകൾ, നമ്മുടെ മനസ്സിലൂടെ കടത്തിവിടുന്ന ചിന്തകൾ, ആ ചിന്തകളുടെ ഫലമാണ് പൂന്തോട്ടത്തിൽ വളരുന്ന പൂച്ചെടികൾ എന്ന് നാം മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ ഒരു ദിവസം 50,000-ത്തിലധികം ചിന്തകൾ കടന്നു പോകുന്നുവെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതിലേതാണ്ട് 10ഓളം ചിന്തകൾ ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ 10ഓളം ചിന്തകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ ജീവിത ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കി അത് എഴുതി വെച്ച് അതിനെപ്പറ്റി ആവർത്തിച്ചുള്ള ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് തൊടുത്തു വിടുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അനുകൂല ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതമാകുന്ന നദി ആ നിമിഷം മുതൽ വഴി തിരിഞ്ഞൊഴുകുവാൻ തുടങ്ങും. സത്ഫലങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. സമ്പത്തും സമൃദ്ധിയും നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. നാം ആഗ്രഹിക്കുന്ന ഒരു വിജയകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്നു മുതൽ മനസ്സിൻ്റെ തലങ്ങളെപ്പറ്റി ചിന്തിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട് മനഃപൂർവമായി പാഴ്ചിന്തകളിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കി ജീവിത ലക്ഷ്യത്തിലേക്ക് മനഃപൂർവമായ ചിന്തകൾ തൊടുത്തുവിട്ടുകൊണ്ട് മുന്നേറുവാൻ ഓരോരുത്തരോടും ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചുപിടിക്കാം. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിച്ചുവെന്ന് നാളെ മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്താം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.